ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി ഒരു ഹൊറർ സിനിമയുണ്ട്. ഇത് എക്സോസിസം ഓഫ് എമിലി റോസ്. ഇത് ഒരു സിനിമ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു യഥാർത്ഥ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഉണ്ട്. ഈ കഥയിലെ യഥാർത്ഥ എമിലി റോസ് ആണ് അന്നലീസ് മൈക്കിൾ. അവൾക്ക് സംഭവിച്ചതെന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവളുടെ കഥ ലോകത്തെ തന്നെ ഞെട്ടിച്ചത്? മതം, ശാസ്ത്രം, മനഃശാസ്ത്രം എല്ലാം തമ്മിൽ ഏറ്റുമുട്ടിച്ച ഒരു കേസായിരുന്നു ഇത്. ഇന്നിവയെല്ലാം നാം ഈ വീഡിയോയിലൂടെ അറിയാൻ ശ്രമിക്കുകയാണ്. അന്നലീസ് മൈക്കിൾ 1952 ജർമ്മനിയിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടി. പക്ഷെ 16-ാം വയസ്സിൽ അവളുടെ ജീവിതം പൂർണ്ണമായി മാറിപ്പോയി. ഒരു ദിവസം സ്കൂളിൽ അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. ഉണർന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. സുഹൃത്തുക്കൾ അവളോട് പറഞ്ഞു, നീയൊരു മയക്കത്തിലായിരുന്നുവെന്ന്. അതേ രാത്രി തന്നെ വീണ്ടും ഒരു വിചിത്ര സംഭവം സംഭവിച്ചു. ഉറക്കത്തിനിടെ അന്നലീസ് പെട്ടെന്ന് ഉണർന്നു. അവളുടെ നെഞ്ചിൽ എന്തോ ഭാരമുള്ളതുപോലെ തോന്നി. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട്. ഉണർന്ന ശേഷം അവൾ ശ്രദ്ധിച്ചപ്പോൾ കിടക്ക പൂർണ്ണമായും നനഞ്ഞിരുന്നു. അവൾക്ക് അതിന്റെ കാരണം പോലും മനസ്സിലായില്ല. പക്ഷേ അതിശയകരമായത്, ഇവയെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത ഒരു വർഷം ഒന്നും സംഭവിച്ചില്ല. എല്ലാം ശാന്തമായി തുടർന്നു. പക്ഷെ പിന്നീട് അതേ കാര്യം വീണ്ടും സംഭവിച്ചു. ഇത്തവണ അവളുടെ മാതാപിതാക്കൾ അവളെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഡോക്ടർമാരും മസ്തിഷ്ക വിദഗ്ധരും അവളെ പരിശോധിച്ചു. പക്ഷെ അവൾക്ക് വ്യക്തമായ ഒരു പ്രശ്നവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 1970 അവൾക്ക് ക്ഷയരോഗം പിടിപെട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആശുപത്രി കിടക്കയിലായിരിക്കെ തനിക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നും വിചിത്രമായ നിറങ്ങൾ കാണുന്നുണ്ടെന്നും അവൾ ഡോക്ടർമാരോട് പറഞ്ഞു. ഫിറ്റ്സിനും വിചിത്രമായ കാഴ്ചകൾക്കും കാരണമാകുന്ന ഒരു മസ്തിഷ്ക രോഗമായ ടെമ്പറൽ ലോബ് അപസ്മാരം അവൾക്ക് ഉണ്ടെന്ന് പിന്നീട് ഡോക്ടർമാർ പറയുകയുണ്ടായി. ലോകത്തിലെ പലർക്കും ഈ രോഗമുണ്ട്. പക്ഷേ അന്നലീസിന്റെ കേസ് വളരെ വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം അവൾക്ക് ആരോ തൻ്റെ ചെവിയിൽ സംസാരിക്കുന്നത് പോലെ തോന്നി. നീ ശപിക്കപ്പെട്ടവളാണ് എന്ന് പറയുന്ന ശബ്ദങ്ങൾ അവൾക്ക് കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദങ്ങൾ അവളെ ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമാക്കി. ഒരു ദിവസം 600-ലധികം തവണ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതുമൂലം അവളുടെ കാൽമുട്ടുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. അവൾ ഒരു മൃഗത്തെ പോലെ പെരുമാറാനും തുടങ്ങി. ഒരു നായയെ പോലെ കുരച്ചു. ഒരു മേശക്കടിയിൽ ഒളിച്ചു. പ്രാണികൾ, കൽക്കരി എന്നിവ പോലും കഴിച്ചു. അവളുടെ കുടുംബത്തിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. മരുന്നുകൾ അവളെ സഹായിച്ചില്ല. അങ്ങനെ അവർ ഒരു പുരോഹിതനെ സമീപിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് ദുഷ്ടാത്മകളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മതപരമായ രീതിയായ ബാധ ഒഴിപ്പിക്കൽ ആവശ്യപ്പെട്ടു. ബാധ ഒഴിപ്പിക്കൽ സമയത്ത് പുരോഹിതന്മാർ അവളുടെ ശരീരത്തിനുള്ളിൽ 6 ഭൂതങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പേരുകൾ പോലും പറഞ്ഞു. അഡോൾഫ് ഹിറ്റ്ലർ, റോമൻ ചക്രവർത്തിയായ നീറോ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യനായ യൂദാസ്, തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്ന കയ്യൻ, ക്രിസ്തുമതത്തിലെ പ്രധാന ഭൂതമായ ലൂസിഫർ, 1500-കളിലെ ഒരു പുരോഹിതനായ വാലന്റൈൻ ഫ്ലീഷ്മാൻ. ഭൂതോച്ചാടനത്തിൽ നിന്നുള്ള യഥാർത്ഥ ഓഡിയോ റെക്കോർഡിങ്ങുകൾ ഇന്നും നിലനിൽക്കുന്നു. ആ റെക്കോർഡിങ്ങുകളിലെ അവളുടെ ശബ്ദം വളരെ ആഴമേറിയതും ഭയാനകവുമാണെന്ന് വ്യക്തമാണ്. Nein, mir Klötze! Mal mir Klötze! Oh, so down, er will auch nicht durch. Die Ruhe gibt nur da oben. Die müssen in eigenen Seminaren ausgebildet werden, die dürfen nicht auf die anderen. Ich hab ein Bruder erschlagen. Die Trübe weißt du variiert. ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയല്ല കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബാധ ഒഴിപ്പിക്കൽ കേസുകളിലൊന്നായി അവളുടെ കേസ് പിന്നീട് മാറി. എന്നാൽ ഇത് മാത്രമല്ല വിചിത്രമായ കേസ്. അമേരിക്കയിലെ മറ്റൊരു മനുഷ്യൻ ഒരിക്കൽ ഒരു ഹോട്ടലിൽ ബോധം കെട്ട് വീഴുകയും ഉണർന്നു കഴിഞ്ഞപ്പോൾ സ്വീഡിഷ് മാത്രം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ പേര് മൈക്കൽ ബോട്ട്റൈറ്റ് എന്നായിരുന്നു. പക്ഷേ ഉണർന്ന ശേഷം അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞത് പൂർണ്ണമായും വേറൊരു കാര്യമാണ്. തൻ്റെ യഥാർത്ഥ പേര് ജോഹാൻ ഏക്ക് ആണെന്നും തനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെന്നും താൻ സ്വീഡിഷ് മാത്രമേ സംസാരിക്കൂ എന്ന് ഉറച്ചു പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കൊരു വലിയ ചോദ്യമുണ്ട്. ഇവയെല്ലാം പ്രേതങ്ങളും ഭൂതങ്ങളും മൂലമാണോ സംഭവിക്കുന്നത്, അതോ ശാസ്ത്രീയ കാരണമുണ്ടോ? ഇന്ന് ഇതിന് വിവിധ ഉത്തരങ്ങളുണ്ട്.
ഒരു വശത്ത് മതവിശ്വാസങ്ങൾ, മറുവശത്ത് ശാസ്ത്രവും മനഃശാസ്ത്രവും പറയുന്ന തെളിവുകളും. അന്നലീസിന്റെ കേസും മൈക്കൽ ബോട്ട്റൈറ്റ് എന്ന മനുഷ്യന്റെ സംഭവവും ഇവ രണ്ടും കൂടി നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. ചില മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അതായത് DID എന്ന മാനസിക പ്രശ്നം മൂലമാണ് സംഭവിക്കുന്നത്. മുമ്പ് ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിച്ചിരുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം എന്നാണ് ഇതിനർത്ഥം. ഓരോ വ്യക്തിത്വത്തിലും വ്യത്യസ്തമായ ശബ്ദം, പെരുമാറ്റം, ചിന്തകൾ എന്നിവ ഉണ്ടാകാം. നമ്മുടെ ഇന്ത്യൻ സിനിമയായ അന്യൻ എന്ന ചിത്രത്തിൽ നടൻ വിക്രം അവതരിപ്പിച്ച കഥാപാത്രവും ഇതേ ആശയത്തിന്മേലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന് 3 വ്യത്യസ്ത പെരുമാറ്റങ്ങളും 3 വ്യത്യസ്ത സ്വഭാവങ്ങളും ചിത്രത്തിൽ കാണാവുന്നതാണ്. ചിത്രത്തിൽ അത് ഡ്രാമയോ ഫിക്ഷനോ ആയോ കാണിച്ചാലും അതിന്റെ അടിസ്ഥാനം ഒരു യഥാർത്ഥ മാനസിക അവസ്ഥയാണ്. DID അഥവാ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റും എന്നും ഇത് അറിയപ്പെടുന്നു. അതിനർത്ഥം ചിലപ്പോൾ ഒരു വ്യക്തി വളരെ ഇന്റലിജന്റ് അല്ലെങ്കിൽ പോലും താൻ വളരെ ഇന്റലിജന്റ് ആണെന്ന് കരുതുന്നു. മനുഷ്യ മനസ്സിന് പല വിചിത്രമായ വഴികളിലൂടെ സ്വയം കബളിപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇവ യഥാർത്ഥ അമാനുഷിക സംഭവങ്ങളാണോ, അതോ അവ മനുഷ്യ തലച്ചോറിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തികൾ മാത്രമാണോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഒരു വ്യക്തി വളരെ ബുദ്ധിമാൻ ആയിരിക്കില്ല, പക്ഷെ അയാൾ താൻ വളരെ ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനർത്ഥം ഒരു വ്യക്തി തനിക്ക് ധാരാളം അറിവുകൾ ഉണ്ടെന്ന് കരുതുന്നു, പക്ഷെ വാസ്തവത്തിൽ അയാൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ വ്യത്യാസം പലതരത്തിൽ സംഭവിക്കാം. ഒരു വ്യക്തി താൻ ദയയുള്ളവനാണെന്ന് കരുതിയേക്കാം, എന്നാൽ മറ്റുള്ളവർക്ക് ആ വ്യക്തി സ്വാർത്ഥനാണെന്ന് തോന്നിയേക്കാം. ഒരു വ്യക്തിക്ക് ശരിക്കും നല്ല കഴിവുണ്ടാകാം, എന്നാൽ താൻ ഉപയോഗശൂന്യനാണെന്ന് അയാൾക്ക് സ്വയം തോന്നിയേക്കാം. അതിനാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ 3 പതിപ്പുകളുണ്ട്. 1 യഥാർത്ഥ വ്യക്തി എന്ന പതിപ്പ്, 2 നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തി, 3 നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. മൂന്നാമത്തേതിനെ ആദർശ സ്വഭാവം എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ഒരു ദിവസം ഞാൻ എങ്ങനെ ആകണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന രൂപം. നമ്മൾ ആയിരിക്കുന്ന വ്യക്തിയും നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും വളരെ വ്യത്യസ്തരാണെങ്കിൽ നമുക്ക് സങ്കടവും ബലഹീനതയും ആത്മവിശ്വാസക്കുറവും തോന്നിയേക്കാം. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമാണോ? നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? ചിലർക്ക് സ്വയം ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. കാൾ റോജേഴ്സ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, നമ്മുടെ വ്യക്തിത്വത്തിന് 3 ഭാഗങ്ങളുണ്ട്. സ്വയം ഇമേജ്, നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ കാണുന്നു. ആദർശ സ്വഭാവം, നമ്മൾ എങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത് ആത്മാഭിമാനം, നമ്മൾ എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഇവയെല്ലാം രൂപപ്പെടുന്നത് നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ശീലങ്ങൾ, നേട്ടങ്ങൾ, പരാജയങ്ങൾ, രഹസ്യങ്ങൾ, ഭയങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയിലൂടെയാണ്. ഒരു വ്യക്തി പുറത്ത് സന്തോഷവനായി കാണപ്പെട്ടേക്കാം, പക്ഷെ ഉള്ളിൽ സങ്കടമുണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് ഒരു കവി മനോഹരമായി എഴുതിയിട്ടുണ്ട്: പുഞ്ചിരിക്കുന്ന മുഖം ആഴത്തിനുള്ള വേദന മറച്ചേക്കാം. സുഹൃത്തുക്കളെ, ഒരു വ്യക്തി വളരെ മതവിശ്വാസിയായി കാണപ്പെട്ടേക്കാം, എന്നാൽ ഉള്ളിൽ നിന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം. ഒരു വ്യക്തി ശാന്തനായി കാണപ്പെട്ടേക്കാം, എന്നാൽ ഉള്ളിൽ ദേഷ്യമുണ്ടാവാം. ആരെങ്കിലും പുരുഷനായി ജനിച്ചേക്കാം, പക്ഷേ ഉള്ളിൽ ഒരു സ്ത്രീയെ പോലെ ആയിരിക്കാം. അതുപോലെ സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് പുരുഷനെ പോലെ തോന്നാം. അതിനാൽ നമ്മുടെ മനസ്സും ഐഡന്റിറ്റിയും ലളിതമല്ല, അവ വളരെ സങ്കീർണമാണ്. ചിലപ്പോൾ മനസ്സ് പല വ്യക്തിത്വങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഈ അവസ്ഥയെ DID, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് വിളിച്ചിരുന്നത്. DID ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ശരീരത്തിനുള്ളിൽ നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് 2 or 3 വ്യക്തിത്വങ്ങൾ, ചിലർക്ക് 10 വ്യക്തിത്വങ്ങൾ, ചിലർക്ക് 100 പോലും ഉണ്ടാവാം. നിങ്ങൾക്കറിയാമോ, കിം നോബിൾ എന്നൊരു സ്ത്രീയുണ്ട്. അവൾക്ക് 100-ലധികം വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ വ്യക്തിത്വത്തിനും വ്യത്യസ്ത പേര്, പ്രായം, ശബ്ദം, പെരുമാറ്റം എന്നിവയെല്ലാം വ്യത്യസ്തമായിരുന്നു. കൂടാതെ വ്യത്യസ്ത ഓർമ്മകളും. സാധാരണയായി നമ്മൾ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും വ്യത്യസ്തമായി പെരുമാറുന്നു. എന്നാൽ DIDയിൽ മാറ്റം വളരെ വലുതാണ്. ആ വ്യക്തിക്ക് പേര്, പ്രായം, ശബ്ദം, കയ്യക്ഷരം എല്ലാം മാറ്റാൻ കഴിയും. കിമ്മിന്റെ കാര്യത്തിൽ പട്രീഷ്യ എന്നൊരു വ്യക്തിയും പ്രധാനിയായി. ജൂഡി, ജൂലി, ആബി, കെൻ തുടങ്ങിയ വ്യക്തിത്വങ്ങളും അവൾക്കുണ്ടായിരുന്നു. ഓരോ വ്യക്തിത്വം വരുമ്പോൾ മറ്റ് വ്യക്തിത്വങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് മറക്കുന്നു. അതിനാൽ കിം പലപ്പോഴും ദൈനംദിന കാര്യങ്ങൾ മറന്നിരുന്നു. ഒരിക്കൽ വാഹനമോടിക്കുന്നതിനിടയിൽ അവളുടെ വ്യക്തിത്വം മാറുകയുണ്ടായി.
15 വയസ്സുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ നിയന്ത്രണത്തിലായി. അത് ഒരു അപകടത്തിന് കാരണമാവുകയും ചെയ്തു. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ DID ഉള്ള ഒരാൾക്ക് സാധാരണയായി ഈ പ്രശ്നമുണ്ടെന്ന് സ്വയം അറിയില്ല. ഓർമ്മ നഷ്ടപ്പെട്ടതായി മാത്രമേ തോന്നുകയുള്ളൂ. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് താൻ എവിടെയായിരുന്നുവെന്ന് അയാൾക്ക് ഓർമ്മയില്ലായിരിക്കാം. കാരണം ആ സമയത്ത് അവൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചിരുന്നത് മറ്റൊരു വ്യക്തിത്വമായിരുന്നു. കിം നോബിളിനോട് അവൾക്ക് DID ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവരുടെ വ്യക്തിത്വങ്ങളിൽ പലരും അത് വിശ്വസിച്ചില്ല. അത് അസാധ്യമാണെന്ന് അവർ കരുതി. 6 വർഷത്തേക്ക് അവൾക്ക് തെറാപ്പി എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഈ തകരാറ് യഥാർത്ഥമാണെന്ന് അവൾ മനസ്സിലാക്കിയത്. അതിനുശേഷം കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി തുടങ്ങി. തൻ്റെ ജീവിതത്തിലെ പല നിമിഷങ്ങളും അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. തെറാപ്പിയിലൂടെ അവൾക്ക് പതുക്കെ അവരുടെ അവസ്ഥ മനസ്സിലായി. DIDയുടെ ചികിത്സയെ റീഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. എല്ലാം വേർപെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെയും വീണ്ടും ഒരു മനസ്സിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് നടക്കാൻ ഒരു കാര്യം ആവശ്യമുണ്ട്. ആ വ്യക്തിത്വങ്ങൾ പരസ്പരം സംസാരിക്കാൻ പഠിക്കണം. ഒന്നിനെക്കുറിച്ച് മറ്റൊന്നും മനസ്സിലാക്കാനോ ആളിൻ്റെ മനസ്സ് വീണ്ടും ഒന്നാകാനോ അത് സഹായിക്കും. ഡയറി എഴുതുക പോലുള്ള രീതികൾ വഴി ഈ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ബന്ധം പതുക്കെ സൃഷ്ടിക്കാം. ലേഖനം എഴുതി തുടങ്ങിയപ്പോൾ കിമ്മിന് എല്ലാ ദിവസവും 3-4 വ്യക്തിത്വ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പതുക്കെ ഓരോ വ്യക്തിത്വത്തെയും പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. ഉദാഹരണത്തിന്, ഭക്ഷണം വിളമ്പുമ്പോൾ ജൂഡി വ്യക്തിത്വം വരും. അവൾ കുളിക്കാൻ പോയപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വവും പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രേരകങ്ങൾ അറിയുന്നതിലൂടെ അവൾ തൻ്റെ അവസ്ഥ നിയന്ത്രിക്കാൻ പഠിക്കുകയുണ്ടായി. എന്നാൽ കഥയുടെ തുടക്കത്തിലെ പെൺകുട്ടിയായ അനലീസ് മൈക്കിൾ അത്ര ഭാഗ്യവതി ആയിരുന്നില്ല. വെറും 10 മാസത്തിനുള്ളിൽ അവൾ 67 ഭൂതവിക്ഷേപണ, അതായത് ബാധ ഒഴിപ്പിക്കൽ ചടങ്ങുകളിലൂടെ കടന്നുപോയി. അതിനുശേഷം അവൾ മരിക്കുകയുണ്ടായി. ഭൂതങ്ങളോ നെഗറ്റീവ് എനർജിയോ മൂലമാണ് അവൾ മരിച്ചതെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥ കാരണം വ്യത്യസ്തമായിരുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിനാൽ അവൾ മരിക്കുകയുണ്ടായി. അവൾ വളരെ ദുർബലയായിരുന്നു. അവളുടെ ഭാരം 32 കിലോ ആയി കുറഞ്ഞു. അവളുടെ മരണം ലോകമെമ്പാടും ഒരു വലിയ വാർത്തയാവുകയും ചെയ്തു. പോലീസും മെഡിക്കൽ വിദഗ്ധരും അന്വേഷിച്ചപ്പോൾ അനലീസ് 16 വയസ്സ് മുതൽ വൈദ്യ ചികിത്സയിലാണെന്ന് അവർ കണ്ടെത്തുകയുണ്ടായി. മരുന്നുകളോട് അവൾ നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അവളുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ അവളുടെ കുടുംബം വൈദ്യ ചികിത്സ നിർത്തി ഭൂതത്തെ ഒഴിപ്പിക്കൽ വിദ്യയ്ക്ക് പോയി. അനലീസിന് 3 മാനസിക രോഗങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ടെമ്പറൽ ലോബ് അപസ്മാരം, മനസ്സിൽ വിചിത്രമായ കാഴ്ചകൾ ഉണ്ടാകാനും കാരണമാകുന്ന ഒരു തലച്ചോർ രോഗമാണിത്. രണ്ടാമത്തത് അനോറെക്സിയ നെർവോസോ, ആളുകൾ തടിച്ചവരാണെന്ന് കരുതി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്ന ഒരു മാനസിക രോഗം. മൂന്നാമത്തത് ഹൈപ്പർ റിലീജിയസ് പേഴ്സണാലിറ്റി ഡിസോർഡർ, മതം അതിരുകടന്ന് ആത്മീയ ഭയവും മിഥ്യാധാരണകളും സൃഷ്ടിക്കപ്പെടുന്നു. അവളുടെ മാതാപിതാക്കൾ വളരെ കർശനക്കാരും അങ്ങേയറ്റം മതവിശ്വാസികളുമായിരുന്നു. അതുകൊണ്ടാണ് അനലീസ് തൻ്റെ ഉള്ളിൽ ഭൂതങ്ങളുണ്ടെന്ന് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവളുടെ ഭൂതങ്ങൾക്ക് ഹിറ്റ്ലർ, യൂദാസ്, ലൂസിഫർ എന്നിങ്ങനെ പേരിട്ടത്. അവൾ മറ്റൊരു മതത്തിൽ വളർന്നിരുന്നുവെങ്കിൽ വ്യത്യസ്ത പേരുകൾ ഉപയോഗിക്കുമായിരുന്നു. ഒരു പ്രൊഫസർ പറഞ്ഞിരുന്നു, അവൾക്ക് പൈശാചിക ബാധയല്ല, ആഴത്തിലുള്ള മാനസിക അസ്വസ്ഥതയാണ് ഉള്ളതെന്ന്. ശരിയായ വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നു. അതിനാൽ അവളുടെ മാതാപിതാക്കളെ 2 പുരോഹിതന്മാരെ കോടതിയിൽ അശ്രദ്ധമായ നരഹത്യ എന്ന കുറ്റം ചുമത്തി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം. സമ്മർദ്ദം, ഭയം, കുറ്റബോധം, ദുഃഖം ഇവ നമ്മിൽ പലർക്കുമുണ്ടല്ലോ. അങ്ങനെ ആയാലും എല്ലാ ആളുകൾക്കും DID പോലൊരു ഗുരുതര രോഗം വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? ആരെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്? US, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ DID രോഗികളെ ഗവേഷകർ പഠിച്ചപ്പോൾ അവർക്ക് ഒരു വലിയ പാറ്റേൺ കണ്ടെത്താൻ സാധിച്ചു. DID ഉള്ള ആളുകളിൽ 90% പേരും കുട്ടിക്കാലത്ത് വളരെ മോശമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. മോശമായ അനുഭവങ്ങൾ ശാരീരികമോ വൈകാരികമോ ലൈംഗികമോ ആകാം. ഇത് ഒന്നോ അതിലധികമോ തവണ സംഭവിച്ചിരിക്കാം. ഇത് തലച്ചോറിൽ ആഴത്തിലുള്ള ആഘാതം സൃഷ്ടിക്കുന്നു. ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ തലച്ചോർ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കുന്നു. മനസ്സ് സ്വയം സംരക്ഷിക്കുന്നതിനുള്ള മാർഗമാണിത്. എന്നാൽ ഈ രീതി അപകടകരമാണ്. ഈ രോഗം പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ, മയക്കുമരുന്ന് ആസക്തി, സ്വയം ഉപദ്രവിക്കൽ അല്ലെങ്കിൽ പലപ്പോഴും അക്രമപരമായ പെരുമാറ്റം എന്നിവയിലേക്ക് നയിച്ചേക്കാം. കുട്ടിക്കാലത്ത് വലിയ ആഘാതം അനുഭവിക്കുന്ന പലർക്കും ആ സംഭവങ്ങൾ പിന്നീട് വ്യക്തമായി ഓർമ്മ വരാറില്ല.
അവരുടെ മനസ്സ് ആ വേദന മറച്ചു വയ്ക്കും. ഒരിക്കൽ പോലും പൂർണ്ണമായി ഓർമ്മിക്കാൻ കഴിയാതെ വേദനാജനകമായ അനുഭവങ്ങൾ ചിലപ്പോൾ മനസ്സിൻ്റെ ആഴത്തിലേക്ക് തള്ളിക്കളയപ്പെടും. അതിനാൽ ചിലർക്ക് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കില്ല. ചികിത്സയിൽ മനഃശാസ്ത്രജ്ഞർ സംസാരിച്ചുകൊണ്ടുള്ള ചികിത്സയായ സൈക്കോതെറാപ്പി നടത്തും. ഈ തെറാപ്പിയിൽ ഡോക്ടർ രോഗിയെ സുരക്ഷിതമായ രീതിയിൽ പതുക്കെ പഴയ ആഘാതങ്ങളെ ഓർക്കാൻ സഹായിക്കുന്നു. കാരണം ലക്ഷ്യമെല്ലാം തകർന്ന ഐഡന്റിറ്റികളെയും ഒറ്റ ഐഡന്റിറ്റിയായി വീണ്ടും കൂട്ടിച്ചേർക്കുക എന്നതാണ്. ഭൂതകാലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ വ്യക്തി മനസ്സിലാക്കി സ്വീകരിക്കണം. അതിനാൽ ആദ്യമായി വ്യക്തി തൻ്റെ ഭൂതകാലം ഓർക്കണം. അടുത്തതായി അത് സ്വീകരിച്ച് ക്ഷമിക്കാൻ പഠിക്കണം. മനസ്സ് തകരുക എന്നതിന് പല തലങ്ങളുണ്ടാകാം. പലർക്കും ചെറിയ തോതിലുള്ള വിഘടനം സ്വാഭാവികമാണ്. എന്നാൽ അതിതീവ്രമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് DID എന്ന രോഗമായി മാറുന്നത്. ഏകദേശം 50% മുതൽ 70% വരെ ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിൽ മനസ്സ് തകർച്ച അനുഭവിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു അതെ അല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലുള്ള കാര്യമല്ല. ഇതൊരു സ്പെക്ട്രമാണ്. വളരെ നേരിയ ലക്ഷണങ്ങളിൽ നിന്ന് വളരെ ഗുരുതരമായ ലക്ഷണങ്ങൾ വരെ വ്യാപിക്കുന്ന ഒന്ന്. പല രൂപങ്ങളിൽ ഇവ കാണാം. ഒന്ന്, ഡിസോസിയേറ്റീവ് അഗ്നീഷ്യ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം മറക്കുന്നതാണ് ഇത്. സാധാരണയായി ഒരു വേദനാജനകമായ സംഭവത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മ കാണില്ല. രണ്ടാമതായി ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. ഒരു വ്യക്തി പെട്ടെന്ന് താൻ ആരാണെന്ന് പോലും മറക്കുന്ന അവസ്ഥ. ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തേക്കാം. അമേരിക്കക്കാരനായ മൈക്കൽ ബോട്ട്റൈറ്റ് ഇതിൻ്റെ ഒരു പ്രശസ്ത ഉദാഹരണമാണ്. അദ്ദേഹം ഒരു ദിവസം ഉണർന്നപ്പോൾ സ്വീഡിഷ് ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. പിന്നീട് ഡോക്ടർമാർ കണ്ടെത്തി അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ സ്വീഡനിൽ കുറച്ചു വർഷങ്ങൾ താമസിച്ചിരുന്നുവെന്ന കാര്യം. പക്ഷേ ജീവിതത്തിലെ ഒരു വലിയ ആഘാതം കാരണം ആ ഓർമ്മ മാത്രമാണ് ശേഷിച്ചത്. മറ്റെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒഴിവാക്കുകയുണ്ടായി. അദ്ദേഹം കുടുംബത്തെ, ഭൂതകാലത്തെ, സ്വന്തം പേരിനെയും പോലും മറന്നു. മൂന്നാമതായി ഡീറിയലൈസേഷൻ. ചുറ്റുമുള്ള ലോകം യാഥാർത്ഥ്യമല്ലാത്തതുപോലെ അനുഭവപ്പെടുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെയോ ദൂരെയുള്ളതുപോലെയോ തോന്നും. സമയം ചിലപ്പോൾ വളരെ മന്ദമായി, ചിലപ്പോൾ വളരെ വേഗത്തിൽ പോകുന്നുവെന്ന് തോന്നുക. ആളുകളും സ്ഥലങ്ങളും വിചിത്രമായോ അപ്രകൃതമായോ തോന്നാം. ഇവയെല്ലാം ഗൗരവമുള്ള മാനസിക പ്രശ്നങ്ങളാണ്. എന്നാൽ സിനിമകളും സീരീസുകളും പലപ്പോഴും ഇവയെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തമാശയായി ആണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഭൂലുബലയ്യയിൽ രാജ്പാൽ യാദവിൻ്റെ കഥാപാത്രത്തിൻ്റെ അസുഖം കോമഡിയായി കാണിക്കുന്നു. ഒരു ഡോക്ടർ അയാളെ അടിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു. ഇത് യഥാർത്ഥ തെറാപ്പി അല്ല. ചില സിനിമകൾ DID രോഗികളെ അപകടകാരികളും അക്രമാസക്തരുമായി കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഗവേഷണം പറയുന്നത് DID ഉള്ള മിക്ക ആളുകളും അക്രമാസക്തരല്ല എന്നാണ്. മലയാള സിനിമയിൽ DIDനെ നേരിട്ട് കാണിച്ച സിനിമകളില്ലെങ്കിലും ഡ്രോമ കാരണം പെരുമാറ്റം മറന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൂടെ മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ മലയാള സിനിമയും കുറച്ചൊക്കെ സ്പർശിച്ചിട്ടുണ്ട്. സിനിമകൾ ഈ വിഷയം സ്പർശിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരം അവസ്ഥകൾ സംഭവിക്കുമ്പോൾ അത് അത്രയും ലളിതമോ ഡ്രാമാറ്റിക്കോ ആയിരിക്കില്ല. അത് ഒരു ആരോഗ്യം സംബന്ധിച്ച പ്രശ്നമാണ്. ശരിയായ ചികിത്സയും മനഃശാസ്ത്ര സഹായവും ആവശ്യമായ ഒരു അവസ്ഥ. 2017 ഒരു പഠനവും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ സമീപിക്കണം. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കണം. ഇത് ആരോഗ്യത്തെക്കുറിച്ചാണ്, മറക്കരുത്. ഒരാൾ എപ്പോഴും ദുഃഖിതനോ സമ്മർദ്ദത്തിലോ ഉത്കണ്ഠയിലോ ദേഷ്യത്തിലോ ആശയക്കുഴപ്പത്തിലോ ആണെങ്കിൽ അതിന് പിന്നിൽ ഒരു മാനസിക പ്രശ്നമുണ്ടാകാം. അതിനാൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത്. പ്രേതങ്ങളുടെയും ഭൂതങ്ങളുടെയും കഥ നമ്മെ ഭയപ്പെടുത്താം. പക്ഷെ അതിന് പിന്നിൽ പലപ്പോഴും മനുഷ്യന്റെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നാം 2025 ജീവിക്കുന്നു. 2026 വരുന്നു. ശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാത്തിൻ്റെയും കാരണം കണ്ടെത്തുന്ന കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നു. ഭയക്കഥകളേക്കാൾ ശക്തം യാഥാർത്ഥ്യമാണ്. മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പല അത്ഭുതങ്ങളെയും ശാസ്ത്രീയമായി കാണാൻ തുടങ്ങും. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു.